ആരെയുടെ വണ്ടി? സാഗർ സാറിന്റെ. സാഗർ സാറോ? നമ്മുടെ CM മകന്റെ ഫ്രണ്ടാ. അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്യാൻ വന്നു. വണ്ടി റിപ്പയർ ആണ് സാർ. മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക. കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ അല്ലേ? തള്ളി മാറ്റോ? ലോക്ക്ഡ് ആണ് സാർ. എന്താ സാർ പ്രോബ്ലം? താനാരാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥനാ. ഈ ഗ്ലാസ് നില പൊട്ടിച്ചേ. അതെന്താ എഴുതിയിരിക്കുന്നത്? നോ പാർക്കിംഗ്. പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്. സാറ് ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ. കേറാ വണ്ടിയില്. ഞാൻ കേറിക്കൊള്ളാം. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പി ചോദിക്കാം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ആളറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കാം. ചാർജ് എടുത്തിട്ട് 2-3 മാസമേ ആയുള്ളൂ. എന്നെ ആരും ബഹുമാനിക്കണ്ട. ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോദർ ചെയ്യിച്ചിട്ടില്ലെന്ന്. കുറച്ചു ദിവസം പുറത്തിരിക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ. സാഗർ വാ. മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാ ISP. സന്തോഷിന്റെ അനിയനോ? തന്നോട് ആര് പറഞ്ഞു? അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ, അയാൾ പറഞ്ഞതാ. എന്തേ കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്തു? കണ്ടില്ലേ സാർ? സാഗർ, നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? കള്ളക്കടത്തിന്റെ. നിന്നോടാ ചോദിച്ചത്. 3 നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പ് മാറും. മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ? നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം. ആ സാധനങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് വിറ്റാൽ എനിക്ക് 10-15 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല. അതുകൊണ്ട് ശരി, നീ നാളെ ഓഫീസിലേക്ക് വാ. അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതൊന്നും പേടിക്കണ്ട, ആള് തന്നെ കവച്ചു വയ്ക്കും. ശേരൻകുട്ടി, അവനെ കൊല്ലരുത്. സന്തോഷിനെ കൊല്ലരുത്. അവനെന്റെ സാഗർ, ശേരൻകുട്ടി പ്ലീസ്. വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. ₹1500 ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം. മാസം 15,000 രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി. 2 പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു.
എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു. 50 ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ? എന്നിട്ട് എന്തായി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാമിറങ്ങിപ്പോയോ? നിനക്ക് പെട്ടെന്ന് ASP യോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ? എന്തിനാ അയാൾ വെറുതെ വിടാൻ പറഞ്ഞത്? അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ജാക്കി, ശേരൻകുട്ടി, എല്ലാം തീർന്നു. എല്ലാവരും അകത്താകും, ഞാൻ ഉൾപ്പെടെ. എന്താടോ കാര്യം പറ. നോക്ക്, അഴിഞ്ഞതാ കണ്ടില്ലേ? വലിയ ചതിയായി പോയി. ഇതെങ്ങനെ അവരറിഞ്ഞു? അച്ഛൻ അറിഞ്ഞാ തീർന്നു. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി? ആരാ ഇവരുടെ ആള്? ആളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണ, അശ്വതി. നല്ല ഡീസന്റ് ആണ്. അയ്യോ, ഞാനല്ല അവർക്ക് ഈ ന്യൂസ് കൊടുത്തത്. അല്ല, സത്യമായിട്ടും അല്ല. ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ്. രണ്ടാമതും കുത്തി പൊക്കുവോ? എന്തിന്? അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേ അയാൾ മനസ്സിലാക്കി കാണും. തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത്. ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല. പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ല എന്ന് അയാൾക്കറിയാം. പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത്? മറിക്കുപോ. എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി? അതൊന്നറിയണ്ടേ? സാഗർ, അവളോടൊന്ന് ചോദിച്ചാലോ? എന്ത് കാര്യം? ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ല അർത്ഥം. വേണ്ട, അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തുന്നതല്ലേ നല്ലത്? മേലിലെങ്കിലും പേടിക്കും. വേഗം ചെല ശേരൻകുട്ടി, എടുത്തിയാട്ടാ നിന്റെ കുഴപ്പം. പോയെ. ഹലോ. ഹലോ. പവർ ഫെയിലിയറാ. അത് തുറക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഒന്നുകിൽ കറണ്ട് വരണം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം. എക്സ്ക്യൂസ് മീ, ആ വീക്കിലി വന്നരാ. അശ്വതി വർമ്മ, ജേർണലിസ്റ്റ് ആണല്ലേ? അതെ. അണ്ടർവേൾഡ് കിങ് സാഗർ ഇലിയാസ് ജാക്കി helps the chief minister to overcome the political crisis. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? ഞങ്ങൾ നുണ എഴുതാറില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ? സംഭവിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. താങ്ക്സ്. നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത്? പല സോഴ്സും ഉണ്ട്. സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച്, അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ? അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ? ഓ യെസ്, അറിയാം. അത് ശരി.
അയാൾ പറഞ്ഞായിരിക്കും. അല്ല, ചിലരുണ്ടല്ലോ വീരവാദം മുഴക്കുന്നവർ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. സാറിന് എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് കച്ചവടം. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഓ, താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. ജാക്കി. നല്ല സ്ഥലം. ചേച്ചി ഇവിടെ നില്ല, ഞാനിപ്പോ വരാം. ഉം. വിളി വരാൻ പറ. ആ വരി വരി വരി. ആ വരി വരി ഇരിക്കി. നിങ്ങൾക്ക് ഇപ്പൊ എന്തെല്ലാണ് വേണ്ടത്? എന്തൊക്കെയുണ്ട്? പൗഡർ, പെർഫ്യൂം, സാരി, പലതുണ്ട്. ആ, ഒന്ന് കാണട്ടെ. ഇരിക്കുന്നത് നീ നമുക്ക് നായിന്റെ മൻ. നമ്മളെ ലാസ്റ്റാണ്. എന്ത് ചെയ്യും? നല്ല വറാവറില്ല. കുത്തിരിക്കങ്ങള് ഇതെല്ലാം ഒറിജിനൽ ആണോ? ഡ്യൂപ്ലിക്കേറ്റിന്റെ കച്ചവടം നമുക്കില്ലല്ലോ. ആ പെർഫ്യൂം എടുക്കൂ. വൺ മാൻ ഷോ. സോപ്പ് അല്ല, പൗഡർ. അത് വേണ്ട, അത് വേണ്ട. യാഡ്ലി. പിന്നെ അത് വേണ്ട. ഇതൊരു പുതിയ സാധന. നിവ്യ. ഇതിനെന്താ വില? 125 റുപ്യ. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാന്ന്. ഇതൊക്കെ എനിക്ക് വേണം. നിങ്ങൾക്ക് ഇതെല്ലാം എവിടുന്നാ കിട്ടുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്നതാ? ഇമ്പോർട്ടും ഒന്നും എനിക്കറിയില്ല. ഈ ഉരുല്ലേ ആ, മച്ചുവ, ആ. അറബിന്റെ അവിടുന്ന്. ആ. പിന്നെ ചില പഹന്മാര് ദുബായിൽ നിന്ന് വന്നിട്ട് ഡ്യൂട്ടി എടുക്കാൻ കാശില്ലാതെ കറങ്ങുമ്പോ അവരോട് ചുളു വിലക്ക് കിട്ടണാണിത്. ചുളു വിലക്ക് കിട്ടുന്നാണെങ്കിൽ വില കുറച്ച് തന്നൂടെ? വില പറഞ്ഞ പ്രശ്നമില്ല, ഫിക്സഡ് റേറ്റാ. ആ, അപ്പോഴേ ഈ ഒരു പുറംകടലിൽ വരുമ്പോ മച്ചുവയിൽ പോയി കളക്ട് ചെയ്യോ? അതിന് ഏജന്റുമാരുണ്ട്. ആ, അപ്പൊ ഈ ഏജന്റന്മാര് കൊണ്ടുവന്ന് ഇതൊക്കെ സപ്ലൈ ചെയ്യല്ലേ? ആ ആ. അപ്പോ ഈ ഏജന്റന്മാർക്ക് ഒരു തലവൻ ഉണ്ടാവും അല്ലേ? ഓ ഓ. അദ്ദേഹം ആയിരിക്കും ജാക്കി. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞത്? സാധനം വാങ്ങാൻ വന്നാ വാങ്ങിപ്പോയ പോരെ? അപ്പം തന്നാ പോരെ? കുയ്യണ്ണണോ? നിങ്ങൾ വനിതാ CID പോലീസല്ലേ? അല്ല. വേണ്ട 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 വേണ്ട. എണീറ്റോളി, എണീറ്റോളി. അല്ല, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അശ്വതി വർമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. സാധനം വാങ്ങാൻ വന്നതോ? നിങ്ങൾ CID പോലീസല്ലേ? ഏയ്, അശ്വതി വർമ്മ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. എന്താ കഴിക്കാൻ സംഭവിച്ചത്? അത് പുന്നാര മോനെ ഒരു ചെക്കൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാണ് ബല. കയറൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. കമോൺ. അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? അവർ വളരെ സെൻസിറ്റീവാണ്. ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. കായ്ക്ക് നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാനത് അപ്പോഴേ മറന്നു. ലോറൻസ്, ഇവരെ വീട്ടിലേക്ക് ഒന്ന് വിട്ടേക്കൂ. അല്ല, എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? ഒരു കാപ്പിയെങ്കിലും തന്നൂടെ? കമോൺ. താങ്ക്സ്. ഇതാണ് എന്റെ വീട്. കൊട്ടാരം എന്ന് പറയുന്നതായിരിക്കും ശരി. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, 1 minute. ഓ യെസ്.
വെച്ച് വിളമ്പി തരാൻ ആരുമില്ല. വേലക്കാരൻ പുറത്തു വരികയാണ്. അതുകൊണ്ട് കോഫി ഇല്ല. ഹാവ് എ കൂൾ ഡ്രിങ്ക്. താങ്ക് യു. ഒറ്റയ്ക്കാണോ താമസം? അതെ, വേറെ ആരും? ഉണ്ട്. അമ്മ നാട്ടിലാണ്. ബിഹൈൻഡ് എവരി ഫോർച്യൂൺ there's a will. You are wrong. Behind every fortune there is a crime. അശ്വതി വർമ്മയ്ക്ക് ജാക്കിയെ കുറിച്ച് എന്താ അറിയേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനുമുമ്പ് ഒരു കാര്യം, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. പലതും തുറന്നു ചോദിക്കും, പറയുന്നത് മാഗസീനിൽ വരും. അത് കാണുമ്പോൾ എന്നോട് മുഴുവൻ തോന്നരുത്. പത്രത്തെയും പത്രക്കാരെയും ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്. ചോദിച്ചോളൂ. ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ്. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത്. കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. സാഗർ ഒരു കള്ളക്കടത്തുകാരനായതിന്റെ പിന്നിലുള്ള പ്രചോദനം? ഈ മാഗസീൻസ് നിറയെ നിങ്ങളെപ്പോലുള്ള പത്രക്കാരെഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളുടെ അധ്യായങ്ങളാണ്. ഹാജി മസ്താൻ, യൂസഫ് പട്ടേൽ, ദാവൂദ് ഇബ്രാഹിം, വരദരാജ മുതലിയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യപരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ. ചോരത്തിളപ്പും തന്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ്? അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്തുകാരനാകാം. സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു. എന്തിനും തയ്യാറായ അനുയായികൾ. അവർക്ക് അവരുടേതായ ലോകവും നിയമവും. അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല. മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എ ക്ലാസ് ജയിലും കുറെ പിഴയും. Will not a young man will be tempted, Miss Journalist? ഞായറാഴ്ച കണ്ണാടി, സൺഡേ മിറർ, ശവം. ആ ശേരൻകുട്ടി ജപ്തിയാണല്ലേ? താമ്പോ ഞാൻ അയ്യോ അത് പറ്റില്ല. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ ശേരൻകുട്ടി പറഞ്ഞത്. സോറി, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം. സാരമില്ല, ഞാൻ പിന്നെ വരാം. അശ്വതിയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയാം. ആ. കമാൺ. ലോറൻസ്, ഇവരെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കൂ. വരട്ടെ. ആ. വണ്ടി എവിടെ? വണ്ടി എക്കട ഉന്തി. നിന്റെ ഒരു മുടിഞ്ഞ തെലുങ്ക്. എന്റെ അച്ഛൻ ആന്ധ്രാക്കാരനായി പോയതിന് മതി മതി, ഞാൻ കുറെ കേട്ടതാ. അക്കടെ നമസ്കാരം. അല്ല മമ്മാലിയോ എപ്പോ വന്നു? ഞാൻ രാവിലത്തെ വണ്ടിക്ക് വന്നു. ആ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. മമ്മാലി ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വരൂ. നമുക്ക് അവിടെ സംസാരിക്കാം. അത് വാങ്ങിച്ചോളൂ. ഞാനിന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം ശരിയാക്കാം. സാറാ, അമ്പലത്തിനടുത്ത് പള്ളിമണിയും തിറക്കാൻ സാറും തീർത്തു തരണം. സാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അച്ഛന്മാരുടെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. തനിക്കെന്തായിട്ടൊരു നിർബന്ധം? അവർ നേരിട്ട് വരട്ടെ, അപ്പൊ ആലോചിക്കാം. നമസ്കാരം സാർ. ഇവന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. പോയി കണ്ടാ മതി. ശരി സാർ. അല്ല, ഇതാര് കോശിയോ? വാ വാ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? താൻ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുവല്ലേ? അതല്ലേ ഞാൻ വന്നത്. വാ. തനിക്ക് ധൃതിയൊന്നുമില്ല? ഒരു ധൃതിയുമില്ല. 10 മണി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് എത്തിക്കോളാം. റെസ്റ്റർ. ചേട്ടൻ പോയിട്ട് വരൂ. ശേരൻകുട്ടിയില്ലേ ഇവിടെ? എനിക്ക് അയാളെ ഒന്ന് കാണണം. അവൻ അകത്തുണ്ടായിരുന്നല്ലോ. ശൈരകുട്ടി, ശൈരകുട്ടി. അല്ല, ഇത് ആര്? കോശിച്ചായന? ഇത് എവിടെ ആയിരുന്നു ഇത്രയും നാളും? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാം. കോശിച്ചായ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം.